മിനിറ്റ് നേരം മാത്രം സംസാരിച്ച ശേഷം ഞാൻ പറഞ്ഞ എനിക്ക് വരുമ്പോൾ അതുമായി മുന്നോട്ട് നമ്മൾ പോകും. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. അവിടെ യൂദ ഒറ്റ അധ്യായം മാത്രം എഴുതി ബൈബിളിൽ വലിയ ആലോചന, ആ ഒറ്റ അധ്യായത്തിൽ തന്നെ വലിയ ആലോചനകളുള്ള ചില വാക്യങ്ങൾ മാത്രം എഴുതി അവസാനിപ്പിച്ച യൂദ എഴുതിയ ലേഖനമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അവിടെ ആ വാക്യം 1:3 വായിച്ചാട്ടെ. യൂദ ലേഖനം 1:3 പെട്ടെന്ന്. ഞാനത് ചെറിയൊരു ഫോട്ടോ എടുത്തിട്ടുള്ളൂ, അതിനകത്ത് കുറച്ചും കൂടെ ഉണ്ട്, വായിച്ചാട്ടെ. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ബലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ച് എഴുതുവാൻ ആവശ്യം എനിക്ക് തോന്നി. ഈ വാക്യം എല്ലാവരും ഒന്ന് നോക്കുക. വായിക്കാൻ അറിയാത്തവർക്ക് ഞാനിപ്പോ വായിച്ചു തരാൻ പോവാം. വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടുക. വിശുദ്ധന്മാരായ നമുക്ക് ഈ വിശ്വാസത്തെ ഫലമേൽപ്പിച്ചു തന്നതാരാ? ദൈവമാണോ? ആണോ? ദൈവങ്ങളെ ആരാ നമ്മളെ ഇത് ഫലമേൽപ്പിച്ചിരുന്നത്? ഫലമേൽപ്പിക്കാന്ന് പറഞ്ഞാൽ ഈ കാര്യം മറ്റൊരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരാളെ ഏൽപ്പിക്കുക എന്നുള്ളത്, അല്ലെ? അതായത് ഏൽപ്പിച്ചെന്നിരിക്കുക. ആണോ? ആരാ ഏൽപ്പിച്ചത്? യൂദയല്ല. യൂദ പറയാ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് എന്നുള്ളതാണ്. ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടുക. നമ്മെ തെറ്റിക്കുന്ന, ഇന്ന് ഞാൻ പലരും പറയുന്ന സാക്ഷ്യം ഞാൻ കേട്ടു. നമ്മുടെ ടീച്ചർ പറഞ്ഞ സാക്ഷ്യം, നമ്മുടെ ഗംഗാ സഹോദരൻ പറഞ്ഞ സാക്ഷ്യം ഒക്കെ വളരെ സന്തോഷം തോന്നിയിരിക്കും. കാരണം അവരൊക്കെ ദൈവം അത്രയും ഒരു മാറ്റത്തിലേക്ക് ദൈവം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. കാരണം ടീച്ചർ കൊടുത്ത വചനം ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവനായി കർത്താവിനെ സേവിക്കും. നമ്മുടെ കർത്താവ് ഒരാളുടെ വചനമാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഏറ്റവും അന്വർത്ഥമായ ഒരു വചനമാണ്. കാരണം ഒരു യൗവനക്കാരനായ ഒരാളെ കർത്താവിന് കിട്ടിക്കഴിയുമ്പോൾ കർത്താവ് അവരിൽ നിന്ന് പ്രവേശിക്കുന്ന വലിയ കാര്യമാണ്. എന്റെ 23 വയസ്സിൽ ഞാൻ കർത്താവിന്റെ ആ വചനം കേൾക്കുകയും മാനസാന്തരപ്പെട്ട് യേശുവിനെ അറിഞ്ഞ കാലം മുതൽ ഇന്ന് വരെയും അവന് വേണ്ടി ശക്തിയോടെ നിന്ന് പ്രവർത്തിക്കുവാൻ, മറ്റുള്ളവരെ ഒരാളെങ്കിലും നേടി അവന്റെ മുമ്പിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത് പോലെ ഒരു യൗവനക്കാരനെ ദൈവം നോക്കുന്നുണ്ട്. അവനിലൂടെ ഫലം കാഴ്ച കാണാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ആത്മാവിൽ എരിവുള്ളവനായി. എരിവെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആത്മാവിന്റെ എരിവല്ല. പൗലോസിനോട് പറഞ്ഞു ആസിയിൽ അവനെ പ്രസംഗിക്കണ്ട. പുള്ളിക്കാരന്റെ എരിവ് കയറി പ്രസംഗിച്ചേ പറ്റും. പുള്ളി അടുത്ത സ്ഥലത്തേക്ക് അതേ ആസിയ പഠനത്തിന്റെ വേറൊരു പട്ടണം ചെന്നു. എന്നിട്ട് അപ്പോൾ പ്രസംഗിക്കാൻ മതി. കർത്താവിന്റെ ആത്മാവ് പറഞ്ഞു പ്രസംഗിക്കേണ്ടെന്ന്. അതാ എരിവ്. നമ്മളോടങ്ങനെ കർത്താവ് പ്രസംഗിക്കേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ആ വർഷം നമ്മൾ പോയി. പക്ഷെ പൗലോസിന്റെ എരിവ്, പുള്ളിനെ ഒരിക്കലും അങ്ങോട്ട് ചുമ്മാ ഇരിക്കുന്നില്ല. പുള്ളി ആസിയിൽ പ്രസംഗിക്കേണ്ടെന്ന് പറഞ്ഞാലാ പരിശുദ്ധാത്മാവാ. പക്ഷെ പുള്ളി അപ്പുറത്ത് പോയി പ്രസംഗിക്കാൻ പോവാ. അവിടെയും പറഞ്ഞു വേണ്ടെന്ന്. കാരണം ദൈവത്തിന്റെ ചിന്ത ആസിയിൽ കയറാനുള്ള സമയമായിട്ടില്ല, നീ എങ്ങോട്ടാ പോകേണ്ടത്? മാസ്റ്ററോടേക്ക് പോകാൻ പറഞ്ഞു അല്ലേ? പുള്ളി ആ രാത്രി അവിടെ കിടന്നുറങ്ങി. പറഞ്ഞപ്പോൾ പുള്ളി കാണുന്നതാരാ? മാസ്റ്ററോടിലേക്ക് ചെല്ലാൻ വേണ്ടി വിളിക്കുക, മക്കളിലോട്ട് പോകാൻ വേണ്ടി വിളിക്കുക. പുള്ളി നേരെ അങ്ങോട്ട് പോയി. അതാണ് എരിവ്. അതുകൊണ്ട് ആ ദിവസം പറയാണ് ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കണം. നമ്മൾ ഈ മൈക്കിന്റെ മുമ്പിൽ നിന്ന് ഞാൻ എരിവുള്ളവനായി ജീവിക്കുമെന്ന് പറയുന്നതല്ല യഥാർത്ഥ എരിവ്. നാം ഒരുത്തനെ കാണുമ്പോൾ നമ്മൾ ആത്മാവിൽ എരിവുള്ളവനായി കർത്താവിനെ സേവിക്കുകയും അവനെ കുറിച്ച് പറയുവാനും സ്വർഗം നമ്മെ ഈ 2024 അവസാന ദിവസങ്ങളിൽ ഒരു തീരുമാനമെടുത്ത സഹോദരന്മാരെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് വ്യക്തമായി ഊതു പറയുക, നിങ്ങൾ 2025 കർത്താവിന് വേണ്ടി ശോഭിക്കുന്ന വർഷമായി തീരണമെന്ന് കർത്താവിൽ ആഗ്രഹിക്കുക. പറഞ്ഞാൽ പോരാ, നിങ്ങളുടെ ജീവിതത്തിൽ അത് കാണുവാൻ ഞാൻ ആഗ്രഹിക്കുക. കാരണം നിങ്ങളെ നടത്തിയ കഴിഞ്ഞ 19 വർഷത്തോളം ഇപ്പൊ 14 വർഷമായി. ഈ 13 വർഷം നിങ്ങളുടെ നടുവിൽ കർത്താവിന്റെ എരിവിനെ കുറിച്ചാണ് ഞാൻ പ്രസംഗിച്ചത് അല്ലേ? കർത്താവിനെ നിങ്ങൾ എങ്ങനെ അവനെ കൈക്കൊള്ളണം, എങ്ങനെ അവനെ കുറിച്ച് പറയണം എന്നൊക്കെയാണ്
കഴിഞ്ഞ നാളൊക്കെ നിങ്ങളെ പഠിപ്പിച്ചത്. എന്നാൽ നിങ്ങൾ പലരും അതിനെ പലപ്പോഴും തള്ളിക്കളഞ്ഞു. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ അവനെ എരിവോടെ ഈ വർഷം നിങ്ങൾ ശക്തിയോടെ നിൽക്കുവാൻ ഞാൻ കർത്താവിൽ ആശ്രയിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുക. എന്നാൽ ഇവിടെ യൂത പറയുകയാണ്, വിശ്വന്മാർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണം. ദൈവത്തിലെ എന്താ പറയാൻ കാരണം? വിശ്വാസം നിലനിൽക്കാതിരിക്കാൻ, നിന്നെ ഈ ഭൂമിയിൽ യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നിന്ന് നിന്നെ തകർത്ത് കളയുവാൻ, നിന്റെ വിശ്വാസത്തെ മണ്ണിട്ട് മൂടുവാൻ, പരിശുദ്ധാത്മാവിൽ ജീവിക്കാതെ നിന്റെ ഉള്ളിൽ പിശാചിന്റെ ശക്തി വ്യാപരിച്ച് നിന്നെ പുറകോട്ട് വലിക്കുന്ന ആ ശക്തമേറിയ പൈശാചിക മണ്ഡലങ്ങളെ ജയിക്കണമെങ്കിൽ നീ ആത്മാവിൽ പോരാടണം. ആത്മാവിന്റെ ശക്തിയോടെ പോരാടുമ്പോൾ പിശാചിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി നീ ശക്തമായി പോരാടണം. നിന്റെ പ്രാർത്ഥനയിൽ പോരാടണം, നിന്റെ ആരാധനയിൽ പോരാടണം. കഴിഞ്ഞ വർഷം ഉപവാസ പ്രാർത്ഥന സഭയിലില്ല. അതുകൊണ്ട് നമ്മൾ കേട്ടു, ഓരോരുത്തരും പുറകോട്ടാണ്. വീട്ടിൽ പ്രാർത്ഥന കുറഞ്ഞുപോയി. നിന്റെ വിശ്വാസത്തെ തകർത്ത് കളയുവാൻ ഒരവസരം കിട്ടിയാൽ, നിന്നെ തകർത്ത് കളയുവാൻ, നിന്റെ വിശ്വാസത്തെ തകർത്ത് കളയുവാൻ പിശാചിന് പദ്ധതിയുണ്ട്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ എഴുതിയത്, നിന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തെ തകർത്ത് കളയാതിരിക്കാൻ നീ എന്ത് ചെയ്യണം? വിശ്വാസത്തിന് വേണ്ടി പോരാടണം. ദൈവത്തിലെ അതുകൊണ്ട് പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്. തന്റെ അന്ത്യ വാക്യമായി എഴുതിയ 2 തിമോഥെയോസ് അധ്യായത്തിൽ കൂടി പറയുകയാണ്, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അല്ലേ? അവിടെയാണ് ഏറ്റവും നമ്മുടെ വിശ്വാസം നമ്മൾ കാക്കണം. കുറയാൻ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കരുത്. യേശുക്രിസ്തുവിനുള്ള വിശ്വാസം, ആ പ്രത്യാശ, അവൻ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ പ്രത്യാശയിലേക്ക് നമ്മൾ ചെല്ലുവാൻ ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമ്മുടെ വിശ്വാസം തകർത്ത് കളയുന്ന ഒരു ലോകമോഹങ്ങളും ഒരു മലിനതയ്ക്കും നമ്മൾ ഒരിക്കലും വശംവദരായി തീരരുത്. യൗവനക്കാരായ സഹോദരന്മാരെ, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പ്രബോധിപ്പിക്കട്ടെ, ഒരിക്കലും നിങ്ങൾ ലോകപരമായ ആശയത്തിലേക്ക് വീണ് നിങ്ങളുടെ വിശ്വാസം, കർത്താവ് നിങ്ങളെ ഫലമേൽപ്പിച്ച ആ വിശ്വാസത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും പുറകോട്ട് പോകരുത്. ഇവിടെ വരുമ്പോഴുള്ള ഭക്തിയല്ല, പുറത്തിറങ്ങുമ്പോഴും നിങ്ങളുടെ കൂട്ടുകാരുടെ മുമ്പിൽ ചെല്ലുമ്പോഴും നിങ്ങൾ അറിയാത്ത നാട്ടിൽ ചെല്ലുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഈ ഭക്തിയും ഈ വിശ്വാസവും ഉണ്ടായിരിക്കണം. സാധാരണ അങ്ങനെയല്ല, നിങ്ങളുടെ വിശ്വാസം തകർക്കുക എന്നുള്ളത്. അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ചിലർ മുടങ്ങി വന്ന് നിങ്ങളുടെ ഈ വിശ്വാസത്തെ തകർത്തുകളയും. വിശ്വാസം, ക്രിസ്തുവിലുള്ള വിശ്വാസം. ഇന്ന് നമുക്കറിയാം, പലരും പറയുന്നുണ്ട് യേശുക്രിസ്തു ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ വരുന്നത് നിരീശ്വരവാദികളുടെ വലിയ അവര് പറയുന്നത് കേട്ടാൽ നമ്മൾ ഓർക്കും ഇങ്ങനെ ഒന്നും ഇല്ല. കാരണം യേശുവിനെ ഒന്നും അവരങ്ങോട്ട് അംഗീകരിക്കുന്നുമില്ല. അവർ ചരിത്രം പിളമ്പുമാണ്. അങ്ങനെ ഒരു ആളെയില്ല. ഇതൊക്കെ പറയുമ്പോഴും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം ആരുടെ മുമ്പിലും അടിയറ വെക്കരുത്. ഒന്നിന്റെ മുമ്പിൽ അടിയറ വെക്കരുത്. കാരണം ഇതിനു വേണ്ടി നമ്മൾ പോരാടി ജയിക്കുവാൻ കർത്താവ് ഈ വർഷം നമ്മെ സഹായിക്കട്ടെ. നമ്മൾ ചുമ്മാതെ നിന്നാൽ നമ്മുടെ വിശ്വാസം ചോരും. എന്നാൽ ഇതിനെ പുതുക്കേണ്ടത് വായിച്ചതുപോലെ യേശുക്രിസ്തു പറഞ്ഞു, ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ. ഇല്ലേ? പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ നമ്മൾ വിശ്വാസത്തിൽ ക്ഷീണിക്കുമെന്നുള്ളത് ഉറപ്പാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കുന്നില്ലെങ്കിൽ ദൈവങ്ങളെ നമ്മൾ ക്ഷീണിക്കും. നമ്മളെ പിശാച് ക്ഷീണിപ്പിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൽ ശക്തിയോടെ മുന്നേറുവാൻ ദൈവം നമ്മളെ ഈ വർഷം സഹായിക്കട്ടെ. നിങ്ങളുടെ ആത്മീയമായ ഉഴപ്പ് സൗരമായ ഭാഗത്തിൽ നിന്ന് ഇന്ന് 2-3 പേര് പറഞ്ഞപ്പോൾ സന്തോഷം തോന്നി. കാരണം നിങ്ങൾ ആത്മീയരായി ശക്തമായി മുന്നേറണം. വചനം പ്രസംഗിക്കണം. വചനം പ്രസംഗിച്ചാൽ മാത്രമേ പിശാച് നിങ്ങളെ മുമ്പിൽ വിട്ടുപോയുള്ളൂ. കാരണം വചനം പ്രസംഗിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന ആ താലന്തിനെ നിങ്ങൾ മൂടി വെച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തെ പിശാച് തകർത്ത് കളയും. അതുകൊണ്ട് ഈ വിശ്വാസം നിങ്ങളെ കർത്താവ് വരമേൽപ്പിച്ചിരിക്കുക. കാരണം അനേകരുണ്ടായിരുന്നു വിളിക്കാൻ, നമ്മളെക്കാൾ യോഗ്യന്മാരുണ്ടായിരുന്നു. പക്ഷെ അവിടെയൊക്കെ നമ്മുടെ കർത്താവ് നമ്മളെ വിളിച്ചത് എങ്ങനെയാണ്? നമ്മളെ വിളിച്ചത് നമ്മളെ എന്താ കർത്താവ് കണ്ടത്? ആർക്ക് പറയാൻ പറ്റും? ആണോ?
പിന്നെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മളെ എപ്പോഴാണ് കർത്താവ് കണ്ടത്? അമ്മയുടെ ഉദരത്തിൽ വെച്ച്. പക്ഷേ നമ്മൾ കർത്താവ് പറയണ്ടേ? കണ്ടതല്ലേ? എന്നാ പൗലോസ് പറയുന്നത് നമുക്ക് നോക്കാം. ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പേ നമ്മെ കണ്ടു. ലോകസ്ഥാപനം എവിടെ ഉണ്ടായ? ഭൂമിയുടെ ചുറ്റിനും നോക്കിയാൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ട് അല്ലേ? പക്ഷെ ഭൂമിയുടെ സ്ഥാപനം നടന്നത്, അല്ലെങ്കിൽ ലോകസ്ഥാപനം നടന്നത് ആദിയിൽ എന്നാണ് പറയുന്നത് അല്ലേ? ആദിയുടെ മേലെ എന്നാ? അല്ല, ആദിയുടെ മുമ്പ് അല്ല, ആദിയുടെ മുമ്പിൽ ആകാശം മുമ്പുണ്ടോ? വളരെ ശൂന്യമായിരുന്നു. ഞാൻ പറഞ്ഞ ആദിയുടെ മേലെ പിന്നെ എന്നാ? ഇപ്പം നമ്മൾ ശക്തി, അതിന്റെ മേലെ എന്നാ? മഹാശക്തി, അതിന്റെ മേലെ അത്യന്ത ശക്തി. ഇതുപോലെ ഒരു ആദിക്ക് മറ്റൊന്നുണ്ടല്ലോ. ഏതാ? അനന്തം. അനന്തമല്ല, അനാദി അല്ലേ? പൗലോസ് വ്യക്തമായി പറയാം നമ്മളെ എപ്പോഴാണ് കണ്ടത്. എഫെസ്യ ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യം വായിക്കാം. പെട്ടെന്ന് വായിക്കാം, പെട്ടെന്ന്. ഞാൻ അങ്ങോട്ട് പോയ നമ്മുടെ സമയം ഒത്തിരി വായിക്കും. ഞാൻ പെട്ടെന്ന് നിർത്തിയാണ്. ഒരു 5 മിനിറ്റ് കൂടെ ഒരു വാക്യങ്ങൾ വായിച്ച് ഞാൻ നിർത്തി. 9 പെട്ടെന്ന് വായിക്കാം, പെട്ടെന്ന്. എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ബലത്തെക്കുറിച്ച് പ്രസംഗിക്കാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദിയോടെ മുതൽ മറഞ്ഞിരുന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിക്കാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. അനാദികാലങ്ങൾക്ക് മുമ്പ് മറഞ്ഞു കിടന്ന ക്രിസ്തുവിന്റെ മർമ്മം എല്ലാവർക്കും പ്രശ്നമാക്കുവാൻ ദൈവം അപ്പോസ്തലനായി എന്നെ തെരഞ്ഞെടുത്തു. അത് എങ്ങനെയാണ് മറ്റുള്ളവർക്ക് കൊടുത്തത്? അവിടെ വായിച്ചേ. അങ്ങനെ ഇപ്പോൾ സ്വർഗ്ഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നിരപ്പിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിയായിരുന്നു. അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്നു. കർത്താവായ യേശുക്രിസ്തു സ്ഥാപിച്ച സഭ അനാദി നിർണയമായി ഉണ്ടായതാണ്. ആ സഭ സ്ഥാപിതമായത് കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ച് അതിനുശേഷം കർത്താവിന്റെ ആ മർക്കോസിന്റെ മാളികമുറിയിൽ കാത്തിരുന്ന് സഭയുടെ ഉദ്ഘാടനം കഴിഞ്ഞ് ആ സഭയുടെ ഉദ്ഘാടനം നടക്കുമ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ കേറിക്കൊണ്ടിരിക്കുന്നവൻ അനാദി നിർണയത്തിന് മുമ്പേ ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ടതാണ് സഭ അല്ലേ? ആ സഭയിലേക്കാണ് കർത്താവ് നമ്മളെയൊക്കെ വിളിച്ചു വേർതിരിച്ചത്. ആ സഭയിൽ വിളിച്ചു വേർതിരിച്ച് അനാദി നിർണയത്തിന് മുമ്പ് നമ്മെ കണ്ട് നമ്മെ വിളിച്ചു വേർതിരിച്ച് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ അവൻ തെരഞ്ഞെടുത്ത് നമ്മളെ സ്കെച്ച് വെച്ചിട്ട് ഇന്ന് അവൻ വന്നു പോയിട്ട് 2000 വർഷങ്ങൾ കഴിഞ്ഞു. എന്നാൽ ലോകസ്ഥാപനം തുടങ്ങിയിട്ട് എത്ര വർഷങ്ങൾ കഴിഞ്ഞു? ആ വർഷങ്ങളൊക്കെ മുമ്പേ നമ്മെ കണ്ട് നമ്മെ ഇതിലേക്ക് പിടിച്ചു കയറ്റിയിട്ട് ഈ വിശ്വാസത്തിന് വേണ്ടി പോരാടാൻ നമ്മെ നിർത്തിയിരിക്കുക. ദൈവമക്കളെ, ഈ വിശ്വാസം ചുമ്മാ നമുക്ക് ലഭിച്ച ഒരു കാര്യമല്ല കേട്ടോ. പലരുടെയും ഞാൻ കഴിഞ്ഞ പറഞ്ഞതുപോലെ പലരും രോഗസൗഖ്യം പ്രാപിക്കാനും വീട് കിട്ടാനും കല്യാണം നടക്കാനും മറ്റുള്ള കാര്യത്തിന് ബന്ധകോസിലേക്ക് വരുന്നുണ്ട്. അവരെ കുറിച്ച് യൂത പറയുന്ന കൂടെ വായിക്കാൻ നിർത്തുക. അവരുടെ നമ്മൾ അക്കാശം പോകണം. വായിച്ചാട്ടെ. അവിടെ നീ ആ യൂതയുടെ 4 വായിച്ചു. യൂത 4 നമ്മൾ 3 വായിച്ചു നിർത്തി. 4 വായിച്ചാൽ വേഗം വായിക്കാം പെട്ടെന്ന്. അതുകൊണ്ട് പറഞ്ഞിട്ട് ഞാൻ താമസിച്ച് നമ്മൾ വിടുന്നത് വേഗം. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി, നമ്മുടെ ദൈവത്തിന്റെ കൃപയെ, ഈ വിശ്വാസത്തെ അല്ലെങ്കിൽ ഈ കൃപയെ ദുഷ്കാമ പ്രവർത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും ദുഷ്കാമ പ്രവർത്തിക്ക് എന്ന് പറഞ്ഞാൽ ഇവന്റെ ഇംഗിതം നടത്തുവാൻ ഇവൻ സഭയിലേക്ക് തട്ടിക്കൂട്ട് വിശ്വാസിയായിട്ട് കയറി വരും, തട്ടിക്കൂട്ട് പാസ്റ്ററായിട്ട് കയറി വരും. ഇവന്റെ ഇംഗിതം നടക്കുവാൻ ഇവൻ ഈ വിശ്വാസത്തെ അവൻ എന്ത് ചെയ്യുക? അവന്റെ ഇഷ്ടപ്രകാരം കൊണ്ടു നടക്കുക.
അത് പുഷ്കമ പ്രവർത്തിക്കും എന്ന് പറഞ്ഞാൽ അവന്റെ ആ ഇഷ്ടങ്ങളൊക്കെ നടക്കുവാൻ കഴിയുന്ന രീതിയിൽ ഈ സഭയെ കൊണ്ട് നടക്കുന്ന ചില കള്ളന്മാരുണ്ടെന്ന് യൂദ വ്യക്തമായിട്ട് ദൂർ പറയുകയാണ്. നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. എന്തിനാ? നമുക്ക് ഏൽപ്പിച്ച വിശ്വാസത്തെ തകർത്ത് കളയുവാൻ. ദൈവങ്ങളെ അനേകരും പറയും ഇങ്ങനെ ഒന്നും നിങ്ങൾ വിശുദ്ധിയും വേർപാടൊന്നും പാലിക്കണ്ട എന്ന് പറയുകയാണ്. കൃപ പലരിലും പെരുകി, കൃപ പലരിലും കൃപ പെരുകേണ്ടത് പാവം ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ. പാവം ചെയ്താൽ കൃപ വരുമെന്നാണ് ചില പഠിപ്പിക്കുന്ന പോലെ. എല്ലാം കണ്ടോസാം. അപ്പൊ കൃപ പെരുകുന്നിടത്ത് പാവം ഉണ്ടാകുന്നുണ്ട്, പാവം പെരുകട്ടെന്ന്. അപ്പൊ പാവം ചെയ്തുകൊണ്ട് തന്നെ കൃപ പെരുകുന്നു. ഇങ്ങനെയൊക്കെ പറയുന്ന ഒത്തിരി കള്ളന്മാർ, ക്രിസ്തുവിനെ നിഷേധിക്കുന്ന, അവരുടെ വചനത്തെ മാറ്റിമറിക്കുന്ന, പ്രിപറേഷൻ കൊടുക്കുന്ന അനേകർ നിങ്ങളെ വിലതെറ്റിക്കും. പക്ഷേ അവിടെയൊക്കെ പരിശുദ്ധാത്മാവ് നമ്മെ വ്യക്തമായി ഓർപ്പിക്കുക. വായിച്ചാട്ടെ, ആ വാക്യം പൂർണ്ണമായി വായിച്ചാട്ടെ. അവരുടെ ഈ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. അവരുടെ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. നിങ്ങളോ സകലവും ഒരിക്കലും അതും ഇനി ഞാൻ അടുക്കാം ആ വാക്യം. പ്രിയമക്കളെ, ഈ വിശ്വാസത്തെ തകർക്കുക എന്നുള്ളതാണ് പൈശാചിക മണ്ഡലത്തിന്റെ യഥാർത്ഥ ചിഹ്നം. നിന്റെ വിശ്വാസം തകർന്നാൽ എന്താകും? നിന്റെ വിശ്വാസ കപ്പൽ തകരും. അല്ലേ? നമ്മൾ ഏത് കപ്പലിലെ യാത്ര ചെയ്ത് ലോകമാം ഗംഭീരം മാരിയിൽ വിശ്വാസ കപ്പലിലോടിയിട്ട് നിത്യവീടൊന്നുണ്ടാവിടെയെത്തി കർത്തനോടു കൂടെ വിശ്രമിപ്പാൻ യാത്ര ചെയ്യും ഞാൻ. ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ. യേശുവിനാ ജീവൻ വെച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം. നമ്മുടെ യാത്ര എങ്ങനെയാ? വിശ്വാസ കപ്പലിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്, അല്ലേ? ഈ വിശ്വാസം പോയാൽ കപ്പൽ തകരും. 1 തിമോഥെയോസ് 1:18 പറയുന്നു, ഹുമയോനിസും അലക്സാണ്ടറും അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി. വിശ്വാസത്തിൽ ശക്തമായി മുന്നോട്ട് വന്നു, സഭയിൽ വന്നു, പാട്ടുപാടി ആരാധിച്ചു, ദൈവത്തോടു കൂടെ നടന്നു, വചനം ചിന്തിച്ചു. അവസാനം നോക്ക് പൗലോസ് പറയുക, ഹുമയോനിസും അലക്സാണ്ടറും അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി. ദൈവമക്കളെ, ഇന്ന് നമ്മളോട് പരിശുദ്ധാത്മാവ് പറയുക, ഈ രാത്രിയിൽ 2024 അവസാന ചില മണിക്കൂറിന് മുമ്പേ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ, നിന്റെ വിശ്വാസ കപ്പൽ തകർന്നു പോയി എന്ന് ഒരിക്കലും നീ പറയരുത്. നിന്റെ വിശ്വാസത്തിന് വേണ്ടി 2025 യേശു മടങ്ങി വന്നാൽ ഞാനും അവിടെ ഉണ്ടായിരിക്കുമെന്ന്, ഞാൻ ഈ വിശ്വാസത്തിന് വേണ്ടി ഞാൻ പോരാടുന്ന വ്യക്തിയാണെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി അവനെ കരമുയർത്തി കർത്താവിനോട് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കാരണം ഈ വിശ്വാസത്തിന് വേണ്ടി പോരാടുക, ഇത് തകർത്ത് കളയുവാൻ പല മാധ്യമങ്ങളും ഉണ്ട്. അത് ഞാൻ മുമ്പോട്ട് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഏതെല്ലാം മേഖലയിലാണ് നമ്മുടെ വിശ്വാസം തകർത്ത് കളയുന്നത്? ഇന്ന് അതിലേക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുക. ദൈവങ്ങളെ, നമ്മുടെ വിശ്വാസത്തെ തകർത്ത് കളയുന്ന ഏത് കാര്യമാണെങ്കിലും അത് 2025 അതിനെ മാറ്റിവെക്കുക. വിശ്വാസത്തിന് വേണ്ടി പോരാടുക എന്ന ദൈവം നമ്മെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് ചില സത്താൻ പറയും, ഇന്ന് പോയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലെന്ന്, ഇന്ന് ഉപവസിക്കൊന്നും വേണ്ടെന്നോ, ഇന്ന് പ്രാർത്ഥിക്കൊന്നും വേണ്ടെന്നോ, ഇന്ന് നീ ഇങ്ങനൊന്നും ആരാധിക്കണ്ടെന്നോ ഇതൊക്കെ പറയുമ്പോൾ നിന്റെ വിശ്വാസത്തെ ചോർത്തിക്കളയുക. നീ പോലും അറിയാതെ നിന്റെ വിശ്വാസത്തെ പിശാചി ചോർത്തുക. അതുകൊണ്ട് ഈ രാത്രി തീരുമാനമെടുക്കുക, കർത്താവേ, എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്ന, എന്നെ വിളിച്ച്, എന്നെ വേർതിരിച്ച് അവന്റെ ആ രാജ്യത്തിന്റെ അവകാശിയാക്കി വെച്ച് സകല അവകാശം എനിക്ക് തന്ന എന്റെ അപ്പൻ ഏൽപ്പിച്ച വിശ്വാസത്തെ ഒരിക്കലും ഞാൻ കളയാതെ ഞാൻ അതിനു വേണ്ടി അന്ത്യം വരെ പോരാടുമെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? ദൈവത്തിലെ മാരകമായ ഒരു രോഗം നിന്ന് ആശ്രയമില്ലാതെ ഐശ്വര്യം കിടക്കുമ്പോൾ പിശാചിനോട് പറഞ്ഞു, നിന്റെ വിശ്വാസം തള്ളിക്ക. നീ ഇത്രയും കഷ്ടപ്പെട്ടിട്ട്, നീ ഇത്രയും ഓടിയിട്ട്, നീ ഇത്രയും അധ്വാനിച്ചിട്ട് നിന്നോട് ദൈവം ചെയ്തത് ഇങ്ങനെയല്ലേ? അതുകൊണ്ട് നീ നിന്റെ വിശ്വാസം തള്ളിക്കളയുവാൻ പിശാച് എന്റെ കാലിൽ വന്നിരിക്കുമ്പോൾ അടുത്തതായി പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഒരിക്കലും അരുത്. യോബ് നിന്നേക്കാൾ കൂടുതൽ കഷ്ടം അനുഭവിച്ചു, നിന്നേക്കാൾ നീതിമാനായിരുന്നു. പക്ഷേ അവൻ ദൈവത്താൽ ആ കഷ്ടം അനുഭവിച്ചപ്പോൾ അവൻ ദൈവത്തിന് മഹത്വം കൊടുത്തു. ദൈവങ്ങളെ, എന്നോട് കർത്താവിന്റെ ആത്മാവ് ഇടപെട്ടപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, പിശാചേ, എന്നെ ദൈവം ഇതിനേക്കാൾ കൂടുതൽ വീഴ്ചാലും
ഞാൻ എന്റെ വിശ്വാസം ഒരിക്കലും തള്ളിക്കളയത്തില്ല. യേശു തന്നെ ദൈവമെന്ന് ഞാൻ ഇനിയും പ്രസംഗിക്കും. അതുകൊണ്ട് വിശ്വാസത്തിൽ ഒരിക്കലും കഷ്ടത വന്നാലോ ബുദ്ധിമുട്ട് വന്നാലോ ഞെരുക്കം വന്നാലോ എന്റെ കർത്താവിന്റെ വിശ്വാസം നിന്ന് ഞാൻ ഒരിക്കലും പുറകോട്ട് പോകത്തില്ല എന്ന് ഉറച്ച് തീരുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കർത്താവ് നമ്മളെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. കർത്താവ് നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ രാവിലെ ഞാൻ തിരിച്ചു പോവുകയാണ്. പ്രാർത്ഥനയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓർക്കാം. വെള്ളിയാഴ്ച പ്രാർത്ഥന ഈ ആഴ്ച നമ്മുടെ ആദ്യ വെള്ളിയാഴ്ചയാണ്. എല്ലാവരും കടന്നു വന്ന് പ്രാർത്ഥിക്കണം. കർത്താവ് നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച്